إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله الله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസി സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ജീവിത നിയമങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം മുൻപോട്ട് നയിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം മദിയനിൽ നിന്നും തൻ്റെ കുടുംബാംഗങ്ങളുമായി യാത്ര തിരിച്ചു മടങ്ങുന്ന ഒരു സന്ദർഭം ഖുർആനിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹം കൂരിട്ടുള്ള പ്രദേശത്തോട് അവിടുന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുമായി തിരിച്ചു മടങ്ങുകയാണ്. മടങ്ങുന്ന വേളയിൽ ഒരു വെളിച്ചം അദ്ദേഹം ദൂരെ നിന്ന് കാണുകയാണ്. അങ്ങനെ തൻ്റെ കുടുംബാംഗങ്ങളെ അവിടെ നിർത്തിക്കൊണ്ട് അദ്ദേഹം അവിടുന്ന് വെളിച്ചമെടുക്കുവാൻ വേണ്ടി അവിടേക്ക് ഒറ്റക്ക് പോകുമ്പോൾ അവിടെ എത്തിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ അലൈഹിസ്സലാമയോട് സംസാരിക്കുകയാണ്. ഇന്നി അന റബ്ബുക ഫഖ്ലഅന അലൈക്, മൂസാ നീ നിൻ്റെ ചെരുപ്പുകൾ ഊരി വെക്കുക, ഞാൻ നിൻ്റെ രക്ഷിതാവാണ് എന്ന് പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയോട് സംസാരിക്കുകയാണ്. തുടർന്ന് വ അന ഖ്തർതുക ഫസ്തമി' ലിമാ യൂഹാ, നിന്നെ ഞാൻ പ്രവാചകനായി തിരഞ്ഞെടുത്തിരിക്കുന്നു, പ്രബോധിതനായി നിന്നെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്ത മൂസാ അലൈഹിസ്സലാമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. അങ്ങനെ തുടർന്ന് നിരവധി നിർദ്ദേശങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിക്ക് നൽകുകയാണ്. നീ എന്നെ മാത്രം ആരാധിക്കണം, ശിർക്ക് ചെയ്യുവാൻ പാടുള്ളതല്ല, അതുപോലെ നമസ്കാരം മുറപ്രകാരം നീ നിർവഹിക്കണം, നിൻ്റെ ഇച്ഛകളിൽ നിന്നും നീ പിന്തിരിഞ്ഞ് നിൽക്കണമെന്ന് എന്നിങ്ങനെ പല നിർദ്ദേശങ്ങളും മൂസാ നബി അലൈഹിസ്സലാമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയും തുടർന്ന് പ്രബോധനത്തിന് വേണ്ടി മൂസാ നബിയെ പറഞ്ഞയക്കുകയാണ്. ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു തഗാ, നീ ഫിർഔനിൻ്റെ അടുക്കലേക്ക് പോകണം, അവനെ പ്രബോധനം ചെയ്യണം, അവനെ ഇസ്ലാമിലേക്ക് നീ വിളിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുമ്പോൾ പ്രബോധിതനായി പ്രവാചകനായി നിയോഗിക്കപ്പെട്ട മൂസാ അലൈഹിസ്സലാം ആദ്യമായി കൊണ്ട് പ്രാർത്ഥിക്കുന്നു
കൊടുക്കുന്നത് ഖാല റബ്ബി ഇശ്റഹ് ലി സദ്രി, അല്ലാഹുവേ നീ എൻ്റെ മനസ്സിന് വിശാലത നൽകണമേ എന്നായിരുന്നു അദ്ദേഹം ആദ്യമായിക്കൊണ്ട് അവിടുന്ന് പ്രാർത്ഥിച്ചത്. സഹോദരങ്ങളെ, ഹൃദയത്തിന് വിശാലത, ഇൻശിറാഹു സദ്ർ, അത് വളരെയധികം പ്രധാനമുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലെ ഹൃദയ വിശാലതയുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം വളരെയധികം ഭംഗിയുള്ളതാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിലേക്ക് പ്രബോധിതനായി അയച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അലം നശ്റഹ് ലക സദ്റക്, നിന്റെ ഹൃദയം നാം വിശാലമാക്കി തന്നില്ലയോ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയോട് ചോദിച്ചത്. നമ്മുടെ ജീവിതം എടുത്ത് പരിശോധിക്കുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ചെറിയ തെറ്റുകളോ ചെറിയ പ്രയാസങ്ങളോ നമ്മൾക്കെതിരിൽ ഉണ്ടാക്കുമ്പോഴേക്കും അവരോട് മാപ്പ് ചെയ്യുവാനുള്ള ഒരു മനസ്സില്ലായ്മ, അതല്ലെങ്കിൽ അവരെ കാണുമ്പോൾ മുഖം കൂർപ്പിക്കുക, ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ നമ്മളിൽ നിന്നുണ്ടാകുമ്പോൾ സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയത്തിൻ്റെ വിശാലതയില്ലായ്മയാണ് അവിടെ വെളിവാകുന്നതെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തിനേറെ നമ്മുടെ ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു മനോഹാരിത നമുക്ക് അനുഭവപ്പെടാറില്ലല്ലോ. ജോലി ഭാരവും അതുപോലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ആകുലതകളും നിറഞ്ഞ് നിരാശരായിക്കൊണ്ട് ജീവിതം തള്ളി നീക്കുന്നവരാണ് നാം എങ്കിൽ നമുക്ക് ഹൃദയ വിശാലത്തിൻ്റെ കുറവ് അവിടെയുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ജീവിതം വളരെയധികം ഭംഗിയുള്ളതാക്കി തീർക്കുവാൻ, ഇരു ലോകവും ഭംഗിയുള്ളതാക്കി തീർക്കുവാൻ ഹൃദയ വിശാലത നമുക്കേറെ ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സദാസമയം നാം ഹൃദയ വിശാലതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അല്ലാഹു റബ്ബി ഇശ്റഹ് ലി സദ്രി പോലെയുള്ള പ്രാർത്ഥനകൾ നാം എപ്പോഴും നിർവഹിക്കേണ്ടതുണ്ട്. അതുപോലെ അതിനുതകുന്ന കർമ്മങ്ങൾ നമ്മളിൽ നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല 6 കാര്യങ്ങൾ പ്രധാനമായും ഹൃദയ വിശാലതയ്ക്ക് വേണ്ടി നിർദ്ദേശിച്ച് നൽകുന്നുണ്ട്. ഒന്നാമതായിട്ടുള്ളത് തൗഹീദാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിക്കുക എന്ന് ഉറച്ച വിശ്വാസത്തോടു കൂടി ജീവിക്കുമ്പോൾ അതൊരു വിശ്വാസിക്ക് നൽകുന്ന ഹൃദയ വിശാലത അത് ചെറുതൊന്നുമല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഏകദൈവ വിശ്വാസം മാത്രമാണ് ഹൃദയത്തിന് ഏറ്റവും അധികം വിശാലതയും ശാന്തതയും നൽകുന്നത്. എന്നാൽ മറിച്ച് ബഹുദൈവ ആരാധകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ഹൃദയത്തിൽ ഒരു വെളിച്ചവും അവർക്ക് കാണുവാൻ സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ, അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാമി ഫഹുവ അലാ നൂരിൻ മിർ റബ്ബി. ആരുടെ ഹൃദയമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിനായി തുറന്നു കാട്ടുന്നത് അവർ അള്ളാഹുവിൽ നിന്നുള്ള പ്രകാശത്തിലാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. നോക്കൂ സഹോദരങ്ങളെ, ശിർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ രക്ഷിതാവിങ്ങൾ തന്നെ ഒരു ഉറപ്പില്ലല്ലോ. അവരുടെ ദൈവങ്ങളിൽ തന്നെ ഒരു ഉറപ്പില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി നിൽക്കുന്ന ഒരു മുശ്രിക്കിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹൃദയത്തിനൊരു സ്ഥൈര്യവും പ്രകാശവും അവന് ലഭിക്കുകയില്ല എന്നത് ഉറപ്പ് തന്നെയാണ്. അതുപോലെ തന്നെ ഈ ലോകത്ത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കപ്പെടേണ്ട സ്ഥാനത്ത് മറ്റു ആരാധകന്മാരെ കൊണ്ടുവരുമ്പോൾ അവർ ചെയ്യുന്നത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ അക്രമം തന്നെയാണ്. അങ്ങനെ ഏറ്റവും വലിയ അക്രമം ചെയ്യുന്ന ഒരാളുടെ മനസ്സിൽ ഒരിക്കലും ഹൃദയ സമാധാനവും വിശാലതയും ലഭിക്കുകയില്ല എന്നതിൽ സംശയമേതുമില്ലല്ലോ. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻക്ക് എന്ത് പ്രയാസങ്ങളുണ്ടായാലും എന്ത് ആകുലതകളുണ്ടായാലും അവൻക്ക് കേണപേക്ഷിച്ച് പരാതി പറയുവാൻ അവൻക്കൊരു രക്ഷിതാവുണ്ട്. ആ രക്ഷിതാവ് അവനെ സഹായിക്കുമെന്നുള്ള എപ്പോഴും ഉറപ്പുള്ള ആ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹൃദയം വളരെയധികം മനോഹരമായിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെയാണ് മഹാനായ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പോലെയുള്ള പണ്ഡിതന്മാർ പറയുന്നത് കാണാം, ഫഅഅ്ളമു അസ്ബാബി ഇൻശിറാഹി സദ്രി അലൽ ഇത്ലാഖി ഹുവ തൗഹീദ്. തൗഹീദാണ് ഹൃദയത്തിലുള്ള ഏറ്റവും വലിയ ഹൃദയ വിശാലതയ്ക്ക് ഏറ്റവും വലിയ കാരണമെന്ന് അവരെല്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നത്. ആ ഈമാൻ അത് എത്രത്തോളം നാം വർദ്ധിപ്പിക്കുന്നു, എത്രത്തോളം നാം വളർത്തിയെടുക്കുന്നു, എത്രത്തോളം നാം ശക്തിപ്പെടുത്തുന്നുവോ അത്രത്തോളം നമ്മുടെ ഹൃദയത്തിന് വിശാലത ലഭിക്കുമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതേ സഹോദരങ്ങളെ, ഈമാൻ എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹം തന്നെയാണ്. ഏതൊരു കാര്യം അവൻ്റെ ജീവിതത്തിൽ ലഭിക്കുമ്പോഴും ഇതൊന്നും എൻ്റേതല്ല, ഇതെൻ്റെ രക്ഷിതാവ് എനിക്ക് അവൻ്റെ കാരുണ്യം കൊണ്ട് ചൊരിഞ്ഞു തന്നതാണെന്നുള്ള ബോധം ഒരു വിശ്വാസിക്ക് ഉണ്ടാകുമ്പോൾ അവൻ്റെ ആ നിഷ്കളങ്കമായ മനസ്സ് അവനക്ക് എത്ര ശാന്തത നൽകുന്നു എന്ന് നാം മനസ്സിലാക്കണം. അതുപോലെ ഏതൊരു പ്രയാസങ്ങളുണ്ടാകുമ്പോഴും പ്രതിസന്ധികളുണ്ടാകുമ്പോഴും ഇതിന് പകരം എനിക്ക് എൻ്റെ രക്ഷിതാവ്
രക്ഷിതാവ് നാളെ പരലോകത്ത് അർഹമായ പ്രതിഫലം നൽകുമെന്ന് ഉറച്ച ബോധ്യമുണ്ടാകുമ്പോൾ അവൻക്ക് അവൻ്റെ പ്രയാസങ്ങളിലൊന്നും സങ്കടപ്പെടേണ്ടതില്ലല്ലോ. അതുപോലെ ഏതൊരു പരിപാടിക്കും ഏതൊരു കാര്യത്തിനു വേണ്ടിയും അവൻ ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ബലമേൽപ്പിക്കുമ്പോൾ ആ ഒരു കാര്യത്തിൽ അവൻക്കൊരു ഭയവും അവൻക്കുണ്ടാകേണ്ടതില്ല. അത്തരത്തിൽ ഏതേത് മേഖലകളിൽ പരിശോധിച്ചാലും ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവന് ഉറച്ച ഈമാൻ ഉണ്ടാകുമ്പോൾ ഹൃദയ വിശാലത വളരെയധികം ഉണ്ടാകുന്നു എന്ന് നാം മനസ്സിലാക്കണം. ഒരു ഒട്ടകക്കുട്ടി തൻ്റെ കയർ പൊട്ടിച്ചുകൊണ്ട് അപ്പുറത്തെ ആളുടെ അതിർത്തിയിലേക്ക് കടന്നതിന് കാരണത്താൽ തലമുറകളോളം യുദ്ധം ചെയ്തിരുന്ന അറബ് സമുദായത്തിന് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനിൻ്റെ വെളിച്ചം ഇട്ടുകൊടുത്തപ്പോൾ അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ ഇണക്കമുണ്ടായി എന്ന് ഖുർആൻ വിശേഷിപ്പിക്കുന്നുണ്ട്. ഇദ് കുന്തും അഅദാഅൻ ഫഅല്ലഫ ബൈന ഖുലൂബിക്കും, നിങ്ങൾ ശത്രുക്കളായിരുന്നു, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കി, നിങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ ഇണക്കമുണ്ടാക്കിയെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈമാനിൻ്റെ വില അറിഞ്ഞുകൊണ്ട് ആ അനുഗ്രഹം ശിരസാവഹിച്ചുകൊണ്ട് അത് വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇരിക്കുവാൻ നമുക്കെല്ലാം സാധിക്കേണ്ടതുണ്ട്. രണ്ടാമതായി ഹൃദയ വിശാലത്തിന് വേണ്ടി ഖുർആൻ നിർദ്ദേശിച്ചിട്ടുള്ള രണ്ടാമത്തെ ഒരു കാര്യം അത് അള്ളാഹുവിലേക്കുള്ള മടക്കമാണ്. അതേ സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു തെറ്റ് നമ്മളുടെ പക്കൽ നിന്നുണ്ടായാൽ, ഏതെങ്കിലും ഒരു നന്മ നമ്മൾ ഒഴിവാക്കിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കരഞ്ഞുകൊണ്ട് മടങ്ങുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ആളുകളൊക്കെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സമാധാനവും ശാന്തിയും നൽകുക എന്ന് ഞാൻ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, ഫലൗലാ ഇജ്ജാഅഹും ബഅസുനാ തദറഉ വലാകിൻ ഖസദ് ഖുലൂബുഹും, നമ്മുടെ ശിക്ഷ അവർക്ക് വന്നപ്പോൾ അവർ വിനീതരായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു, എന്നാൽ അവരുടെ ഹൃദയം കടുത്തുപോയി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതായത് അവർ തൗബ ചെയ്യാത്തതിന് കാരണം അവരുടെ ഹൃദയം കടുത്തുപോയി എന്നാണ് അല്ലാഹു വിശേഷിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, തെറ്റുകൾ ചെയ്തിട്ടും നമുക്കൊന്നും തൗബ ചെയ്യുവാനുള്ള ഒരു മനസ്സ് നമുക്കും ഉണ്ടായിട്ടില്ല എങ്കിൽ നമ്മുടെ ഹൃദയവും കടുത്തുപോയി എന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഏതേത് തിന്മകൾ നമ്മുടെ പക്കലുണ്ടായാലും എല്ലാം അള്ളാഹുവിലേക്ക് ഏറ്റുപറഞ്ഞുകൊണ്ട് പുതിയൊരു ജീവിതം ആരംഭിക്കുവാൻ, മാറ്റത്തിന് തയ്യാറാകുവാൻ നാം എല്ലാം വിധേയരാകേണ്ടതുണ്ട്. മഹാനായ സഹാബി ഫുദൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പേരുകേട്ട വലിയൊരു പണ്ഡിതനാണ്, വലിയൊരു സഹാബിയാണ്. എന്നാൽ അദ്ദേഹം തൻ്റെ ഇസ്ലാമിന് മുമ്പ് വലിയൊരു പേരുകേട്ട കൊള്ളക്കാരനായിരുന്നു. വെറുമൊരു കൊള്ളക്കാരനല്ല, ഹജ്ജിന് വരുന്ന ആളുകളെ ഹജ്ജ് കഴിഞ്ഞ് തിരിഞ്ഞു പോകുമ്പോൾ അവരെ തടഞ്ഞു വെച്ച് അവരുടെ ചരക്കുകളെല്ലാം കട്ടെടുത്ത് അങ്ങനെ ജീവിതമാർഗം കണ്ടെത്തിയിരുന്ന ഒരു മഹാനായ സഹാബിയായിരുന്നു ഫുദൈൽ ബിൻ ഇയാദ് റളിയല്ലാഹു അൻഹു. എന്നാൽ അദ്ദേഹം ഒരിക്കൽ ഒരു സ്ത്രീയെ വളരെയധികം ഇഷ്ടപ്പെടുകയും ആ സ്ത്രീയുടെ അടുക്കലേക്ക് മതിൽ ചാടി ആ സ്ത്രീയുടെ അടുക്കലേക്ക് പോയപ്പോൾ ആ സ്ത്രീ പാരായണം ചെയ്യുന്നൊരു സൂക്തം അദ്ദേഹം കേൾക്കുകയാണ്. ആ സ്ത്രീ പാരായണം ചെയ്തത് ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബഹും ലിദിക്രില്ലാഹ്, വിശ്വാസികൾക്ക് അള്ളാഹുവിനെ സ്മരിക്കുവാൻ ഹൃദയങ്ങൾക്ക് വിനീതമാകേണ്ട സമയം ആയിട്ടില്ലേ എന്നാണ് ആ സൂക്തത്തിൻ്റെ അർത്ഥം. അത് കേട്ട ഫുദൈൽ ബിൻ ഇയാദ് അവിടെ നിന്ന് ഖേദപൂർവ്വം മടങ്ങുകയാണ്. അദ്ദേഹം മടങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരുന്നു, അതേ സമയമായി എന്ന് പറഞ്ഞ് അദ്ദേഹം ആ തിന്മയിൽ നിന്നും പിന്തിരിഞ്ഞ് നടന്നുകൊണ്ടേയിരിക്കുന്നു. പിന്നീട് അദ്ദേഹം തൻ്റെ ജീവിത മാർഗം കണ്ടെത്തുവാൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ അദ്ദേഹം ഒരു ടെൻറ്റിനുള്ളിൽ ചില ആളുകൾ സംസാരിക്കുന്ന ഒരു സംസാരം അദ്ദേഹം കേൾക്കുകയാണ്. ചിലർ പറയുന്നു, നമുക്ക് ഇപ്പോൾ തന്നെ മക്കയിലേക്ക് പോകാം. അപ്പോൾ മറ്റു ചിലർ ആ അഭിപ്രായത്തെ എതിർത്തുകൊണ്ട് പറയുകയാണ്, വേണ്ട, നമുക്കിപ്പോൾ മക്കയിലേക്ക് പോകേണ്ട, ഇപ്പോൾ പോയാൽ അവിടെ ഫുദൈലുണ്ടാകും, അവൻ നമ്മുടെ ചരക്കുകളെല്ലാം കട്ടെടുത്ത് കൊണ്ടുപോകും, അത് നമുക്ക് നഷ്ടമുണ്ടാക്കുമെന്ന് എതിർത്ത് പറഞ്ഞ ഈ സംഭാഷണം കേട്ട ഫുദൈൽ ബിൻ ഇയാദിന് വളരെയധികം പ്രയാസം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാവുകയാണ്. ഖേദപൂർവ്വം അദ്ദേഹം പറയുകയാണ്, അല്ലാഹുവേ, നിൻ്റെ ബൈത്തിലേക്ക്, നിൻ്റെ കഅബയിലേക്ക് ഹജ്ജ് ചെയ്യുവാൻ വന്ന ആളുകളെയാണല്ലോ ഇത്രയും കാലം ഞാൻ പ്രയാസപ്പെടുത്തിയിരുന്നത് എന്ന് ഖേദപൂർവ്വം ഫുദൈൽ ബിൻ ഇയാദ് അവിടുന്ന് ആ തിന്മകളിൽ നിന്നും മുഴുവൻ മുക്തമായി കൊണ്ട് തൗബയിലേക്ക് മടങ്ങുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് തിന്മകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് പുതിയൊരു ജീവിതം ആരംഭിക്കുവാൻ വേണ്ടി അദ്ദേഹം തയ്യാറാവുകയും അങ്ങനെ ഇസ്ലാം സ്വീകരിച്ച് വലിയൊരു പ്രസിദ്ധനായ സഹാബിയാവുകയും ചെയ്തു. പിന്നീട് ഫുദൈൽ ബിൻ ഇയാദ് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കുന്നത് അദ്ദേഹം മക്കയിലെ ഏറ്റവും വലിയ വിരക്തിയുള്ള ജാഹിദായിക്കൊണ്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ പല ഭരണാധികാരികളും ഇൽമ തേടുവാൻ വേണ്ടി ഫുദൈൽ ബിൻ ഇയാദിനെ സമീപിക്കുമായിരുന്നു. അത്രത്തോളം വലിയ ഒരു പണ്ഡിതനായി ആ ഫുദൈൽ ബിൻ ഇയാദ് മാറിയിരുന്നു എന്ന് ചരിത്രങ്ങൾ രേഖപ്പെടുത്തുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. സഹോദരങ്ങളെ, പറഞ്ഞു വന്നത് മാറ്റം അസാധ്യമല്ല, നമുക്കും മാറാം. നമ്മുടെ തിന്മകൾ അല്ലാഹുവിലേക്ക് ഏറ്റുപറഞ്ഞുകൊണ്ട് പുതിയൊരു ജീവിതം തുടങ്ങുവാൻ, നന്മകളിൽ മുന്നേറുവാൻ നമുക്കും സാധിക്കേണ്ടതുണ്ട്.
മൂന്നാമതായി ഖുർആൻ വിശേഷിപ്പിച്ചു തന്ന ഇൻഷിറാഹു സദരിന് വേണ്ടി ഖുർആൻ വിശേഷിപ്പിച്ചു തന്ന മൂന്നാമത്തെ കർമ്മം അത് നമസ്കാരമാണ്. അതെ, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കർമ്മമാണല്ലോ നമസ്കാരം. അള്ളാഹു സുബ്ഹാനഹു വ തആല മിഅ്റാജ് യാത്രയിൽ നബിയോട് കൽപ്പിച്ചു, നിന്റെ സമൂഹത്തോട് 50 വക്ത് നമസ്കാരം നിർവഹിക്കുവാൻ വേണ്ടി പറയണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് അള്ളാഹുവിന് അത്രമേൽ ആ കർമ്മത്തെ ഇഷ്ടമുണ്ടായിരുന്നു എന്നതിനെ അറിയിക്കുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള ആ നമസ്കാരം കൊണ്ട് അള്ളാഹുവിലേക്ക് നിങ്ങൾ സഹായം തേടണമേ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവസാന പ്രവാചകനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പ്രവാചകനായി മക്കയിലേക്ക് നിയോഗിച്ചപ്പോൾ സ്നേഹിച്ചിരുന്ന കുടുംബക്കാരും നാട്ടുകാരുമെല്ലാം അദ്ദേഹത്തെ എതിർക്കുകയും ഉപദ്രവിക്കുകയും അൽ അമീൻ എന്ന് വിളിച്ചിരുന്ന നാവുകളെല്ലാം അദ്ദേഹത്തെ കദ്ദാബെന്നും സാഹിറെന്നും അദ്ദേഹത്തെ വിശേഷിപ്പിച്ചപ്പോൾ വളരെയധികം പ്രയാസം അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിൽ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി, വലഖദ് നഅലമു അന്നക യുദീഖു സദ്റുക ബിമാ യഖൂലൂൻ, അവർ പറയുന്നത് കാരണം നിനക്ക് ഹൃദയത്തിൽ ഇടുക്കം വരുന്നുണ്ട് എന്ന് നമുക്കറിയാം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന് ശേഷം തുടർന്ന് പറയുകയാണ്, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വകും മിനസ് സാജിദീൻ, അതുകൊണ്ട് നീ അള്ളാഹുവിനെ സ്തുതിക്കുകയും സുജൂദ് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നീ സുജൂദ് ചെയ്യുകയും ചെയ്യുക. അങ്ങനെ പറഞ്ഞത് അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം, അങ്ങനെ സുജൂദ് ചെയ്യുമ്പോൾ നിൻ്റെ ഹൃദയത്തിന് വിശാലത ലഭിക്കും, നിൻ്റെ ഹൃദയത്തിലുള്ള സങ്കടങ്ങളും ആ കുടുസതയും നിനക്ക് മാറ്റി കിട്ടുമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതെ, അവരൊക്കെ ആ നിസ്കാരത്തെ കൺകുളിർമയോടാണ് സ്വീകരിച്ചത്. നമുക്കും അത്തരത്തിൽ ഭാരമില്ലാതെ നിസ്കാരത്തെ കൺകുളിർമയോടെ സ്വീകരിക്കുവാൻ ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് പറയുവാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ബാങ്ക് കൊടുക്കുവാൻ വേണ്ടി പറയുമ്പോൾ, യാ ബിലാൽ അരിഹ്നാ യാ ബിലാൽ, ഞങ്ങൾക്ക് നമസ്കാരം കൊണ്ട് റാഹത്ത് നൽകൂ ബിലാലെ എന്നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാലിനോട് പറഞ്ഞിരുന്നത്. അത്രമേൽ അവർ നമസ്കാരത്തെ ഒരു ആനന്ദമാക്കി സ്വീകരിച്ചിരുന്നു എന്നർത്ഥം. നാലാമതായി ഖുർആൻ പാരായണം നമ്മുടെ ഹൃദയ വിശാലതയ്ക്ക് വലിയൊരു സ്വാധീനം ചെലുത്തുമെന്ന് നാം മനസ്സിലാക്കണം. ഖുർആൻ ഹൃദയങ്ങൾക്ക് നൽകുന്ന സ്വാധീനം ചില്ലറയൊന്നുമല്ല സഹോദരങ്ങളെ. നാം കുറേ കാലമായല്ലോ ഖുർആൻ ഓതുകയും അതിൻ്റെ പാരായണം കേൾക്കുകയും ചെയ്യുന്നത്. എന്നാൽ അതെപ്പോഴെങ്കിലും നമ്മുടെ ഹൃദയങ്ങൾക്കൊരു വിശാലത ലഭിക്കുന്ന, ഒരു സമാധാനം ലഭിക്കുന്ന രൂപത്തിൽ അത്തരത്തിൽ നമുക്ക് ഖുർആൻ പാരായണം ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. എപ്പോഴെങ്കിലും ഒരു സങ്കടമുണ്ടാകുമ്പോൾ, ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു പ്രയാസമുണ്ടാകുമ്പോൾ 10 മിനിറ്റ് മുസ്ഹഫ് തുറന്നു വെച്ച് ഖുർആൻ ഓതിയാൽ നമ്മുടെ മനസ്സിനൊരു ശാന്തി നമുക്ക് ലഭിക്കാറുണ്ടോ സഹോദരങ്ങളെ? എന്നാൽ ഖുർആനെ അത്തരത്തിൽ സ്വീകരിക്കുവാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. അർത്ഥം അറിഞ്ഞിട്ടില്ലെങ്കിൽ കൂടി ആ അറബി വാചകങ്ങൾ, അള്ളാഹുവിൻ്റെ കലാം, അത് വളരെ ആസ്വാദനത്തോടു കൂടി ഓതുമ്പോൾ നമ്മുടെ ഹൃദയത്തിന് അത് വലിയ വിശാലത ഉണ്ടാക്കുമെന്നുള്ളത് വലിയൊരു വാസ്തവം തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, യാ അയ്യുഹന്നാസ് ഖദ് ജാഅത്കും മൗഇദത്തും മിർ റബ്ബിക്കും വശിഫാഉ ലിമാ ഫിസ് സുദൂർ, ജനങ്ങളെ അള്ളാഹു നിങ്ങൾക്കിതാ അള്ളാഹുവിൽ നിന്നുള്ള ഒരു ഉപദേശം വന്നിരിക്കുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ കുറിച്ച് പറഞ്ഞു. ഉപദേശം മാത്രമല്ല, തുടർന്ന് അള്ളാഹു പറഞ്ഞത് വശിഫാഉ ലിമാ ഫിസ് സുദൂർ, ഹൃദയങ്ങളിലുള്ള രോഗങ്ങൾക്കത് ഷിഫ ആണ്, അത് ഹൃദയങ്ങളുള്ള രോഗങ്ങൾക്ക് പരിഹാരമാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതുകൊണ്ട് ഏത് മാനസികമായ പ്രയാസങ്ങൾ നമ്മൾ നേരിടുമ്പോഴും ഖുർആൻ ഓതുമ്പോൾ അതെല്ലാം മാറ്റിക്കിട്ടുമെന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഖുർആൻ ഓതുന്ന, നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുന്ന, തിന്മകൾ ചെയ്താലെല്ലാം അള്ളാഹുവിലേക്ക് ഏറ്റുപറഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങുന്ന, തൗഹീദ് ഉറപ്പിച്ചിട്ടുള്ള വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പാലിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹൃദയവിശാലത ലഭിക്കുവാൻ വേണ്ടി ഖുർആൻ നിർദ്ദേശിച്ച 4 കാര്യങ്ങളാണ് നാം ഇവിടെ സൂചിപ്പിച്ചത്. 5ാമതായി ഖുർആൻ നമ്മോട് നിർദ്ദേശിക്കുന്നത് ദിക്റുല്ലാ, അള്ളാഹുവിലുള്ള സ്മരണ, അത് എപ്പോഴും നിലനിർത്തുക എന്നുള്ളതാണ്. ഒരടിമയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവൻ്റെ രക്ഷിതാവിനെ ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ രക്ഷിതാവുണ്ട്, എനിക്കെന്തുണ്ടായാലും എൻ്റെ ഒപ്പം എൻ്റെ അള്ളാഹു ഉണ്ട് എന്ന ബോധ്യം അവന് എപ്പോഴും നല്ലൊരു സമാധാനം നൽകുമെന്നുള്ളത് യാഥാർത്ഥ്യമാണല്ലോ. അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ലിദിക്രില്ലാഹ്
അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അറിയുക, അള്ളാഹുവിനെ സ്മരിക്കുന്നത് കൊണ്ടാണ് ഹൃദയങ്ങൾക്ക് ശാന്തമുണ്ടാകുന്നത് എന്ന് ഖുർആൻ ഇത്ര വ്യക്തതയോടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. സഹോദരങ്ങളെ, ശരീരം തളരുമ്പോൾ നമുക്ക് ആഹാരം എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം നമ്മുടെ ആത്മാവ് തളരുമ്പോൾ അള്ളാഹുവിലുള്ള ദിക്ർ നമുക്ക് ആവശ്യമുണ്ട്. അത് ആത്മാവിനുള്ള ആഹാരമാണെന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അള്ളാഹുവിനെ സ്മരിക്കുന്നവനും അള്ളാഹുവിനെ സ്മരിക്കാത്തവനും അവർ മരിച്ചവനും ജീവിച്ചിരിക്കുന്നവനെയും പോലെയാണ് ഇവർ രണ്ടുപേരുടെയും ഉപമ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് ഏത് തിരക്കിലായാലും എന്ത് പണിയിലായാലും നമ്മുടെ നാവുകൾ അള്ളാഹുവിൻ്റെ സ്മരണയിൽ നനഞ്ഞുകൊണ്ട് എപ്പോഴും തസ്ബീഹും തഹ്മീദും തക്ബീറും തഹ്ലീലും ചൊല്ലിക്കൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ ഉയർത്തുവാനും നമ്മുടെ മനസ്സുകൾക്ക് ശാന്തി ലഭിക്കുവാനും വേണ്ടി പ്രാർത്ഥിക്കുവാനും നാം ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവസാനമായി ഖുർആൻ എണ്ണിക്കാണിക്കുന്നത് പ്രാർത്ഥനയാണ്. ഹൃദയ വിശാലതയ്ക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് സദാസമയം നാം പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. അള്ളാഹുവാണ് നമുക്ക് ശാന്തി നൽകുന്നത്, അള്ളാഹുവാണ് സമാധാനം നൽകുന്നത്. ഇതൊന്നും നമ്മുടെ കാര്യങ്ങളിൽപ്പെട്ടതല്ല. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് എപ്പോഴും നാം പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം. അതുകൊണ്ടാണല്ലോ പ്രവാചകന്മാരെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അത്തരത്തിൽ പ്രാർത്ഥിച്ചത്. നമ്മുടെ മൂസാ നബിയുടെ ചരിത്രം ഇവിടെ നാം സൂചിപ്പിച്ചു. ഖാല റബ്ബി ഇശ്റഹ് ലി സദ്രി, അള്ളാഹുവെ നീ എൻ്റെ ഹൃദയത്തിന് വിശാലത നൽകണമേ പോലെയുള്ള പ്രാർത്ഥനകൾ മൂസാ നബി അലൈഹി സ്വലാം പഠിപ്പിച്ചു തന്ന ആ പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ കഴിയണം. അതുപോലെ തന്നെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹുസ്ൻ, അള്ളാഹുവെ നീ എന്നെ ഉത്കണ്ഠയിൽ നിന്നും അതുപോലെ ദുഃഖത്തിൽ നിന്നും നീ എനിക്ക് അഭയം നൽകണമേ പോലെയുള്ള പ്രാർത്ഥനകൾ സദാസമയം നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുവാൻ സാധിക്കണം. അത്തരത്തിൽ ഇരു ലോകത്തും സന്തോഷിക്കുവാൻ, ദുനിയാവിൽ നിന്ന് ഹൃദയ വിശാലതയോടെ എല്ലാ കർമ്മങ്ങളും വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുവാനും, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതെനിക്ക് പ്രതിഫലമായി ലഭിക്കുമെന്ന സമാധാനത്തിൽ നിൽക്കുവാനും, അങ്ങനെ ഇരു ലോകത്തും വളരെ സന്തോഷത്തോടെ ജീവിക്കുവാൻ നമുക്കെല്ലാം കഴിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭൗതികമായ എല്ലാ വഴികൾ തടയുമ്പോഴും അള്ളാഹുവിലേക്ക് കൈനീട്ടി ഹൃദയത്തിൽ നിന്നും നമ്മുടെ പാപങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് മടങ്ങുവാനും അത് മുഖേന നമുക്ക് ശാന്തി ലഭിക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് എപ്പോഴും പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ഹൃദയ വിശാലതയുള്ള മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്നും രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന നിരവധി വിശ്വാസിനികൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം ശിഫയും സ്ഥൈര്യവും ക്ഷമയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്നും മരണപ്പെട്ടു പോയ വ്യത്യസ്ത വിശ്വാസിനികൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ കബറിടങ്ങൾക്ക് വിശാലമാക്കി നൽകുമാറാകട്ടെ. അവരുടെ കബറിടങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രകാശമേകുമാറാകട്ടെ. നമ്മുടെ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ധാരാളം ആളുകൾ പ്രയാസപ്പെടുന്നു. യുദ്ധത്തിൻ്റെ പേരിൽ പ്രയാസപ്പെടുന്ന നിരവധി വിശ്വാസിനികൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം ക്ഷമയും പരലോകത്തെ അർഹമായ പ്രതിഫലവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اغفر وارحم وأنت خير الراحمين. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله.